തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് ഒരു KSRTC ബസ്സിനെ ചേസ് ചെയ്ത് പിടിക്കുകയും ഡ്രൈവറെ കോടതി കയറ്റുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുക എന്ന ദൗത്യം മാത്രമേ ഉള്ളൂ എന്നാണ് പൊതുജനം ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നഗരപിതാവായ മേയർ എന്ന സ്ഥാനത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രൻ നഗരത്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത്? നഗരത്തെ ഒരു നരകമാക്കി മാറ്റുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കുറ്റപ്പെടുത്തൽ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട്. വേനൽ ചൂട് അതിഭീകരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ തോതിൽ മഴയും എത്തിച്ചേരുന്നു. ഈ മഴ മൂലം നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായിരിക്കുന്നു. എന്നിട്ടും മേയറുടെ ഭാഗത്തു നിന്നും ഒരനക്കവും ഇല്ലല്ലോ എന്നുള്ള ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. ഈ സാഹചര്യത്തിൽ വേനൽ മഴയെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലുണ്ടായ വെള്ളക്കെട്ടിന് ഉത്തരവാദി മേയർ മാത്രമല്ല, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കൂടിയാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും കൂടിയാണെന്നും ആരോപിച്ചിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഈ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 2023 ഡിസംബർ വരെ അടിസ്ഥാന ഗ്രാന്റ് 252 കോടി, മില്യൺ പ്ലസ് സീറ്റിന് 213.45 കോടി, ആരോഗ്യ ഗ്രാന്റായി 458 കോടി എന്നിവ നൽകിയിട്ടുണ്ട്. കേരളത്തിലെ നഗരങ്ങൾ മുങ്ങാതിരിക്കുക എന്ന ദൗത്യം, ആ കാര്യത്തെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങനെ നീക്കം നടത്തിയതെന്നും എന്ത് മുൻകരുതൽ നടപടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നുമാണ് മുരളീധരന്റെ ആവശ്യം. വി മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: മഴക്കാലത്തല്ല, വേനൽ മഴയിൽ തലസ്ഥാന നഗരം മുങ്ങി. മികവുറ്റ ജീവിത നിലവാരവും ജീവിത സാഹചര്യവും തിരുവനന്തപുരത്തെ ഏഷ്യയിലെ സോഫ്റ്റ്വെയർ നിക്ഷേപ രംഗത്ത് ഒന്നാമതാക്കി എന്ന് മേയർ പറഞ്ഞപ്പോൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇനി 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ വേനൽ മഴയുടെ തീവ്രത കൂടി എന്ന് പറയാം. സാധാരണഗതിയിൽ മഹാപ്രളയകാലത്ത് ഇറക്കുന്ന ക്യാപ്സ്യൂൾ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് പറയാം. 14ാം ധനകമ്മീഷൻ മാനദണ്ഡം അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കുന്ന ഗ്രാന്റിന്റെ 90% ചിലവിട്ടിരിക്കണം. 2023 ഡിസംബർ വരെ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അടിസ്ഥാന ഗ്രാന്റായി 252 കോടി, മില്യൺ പ്ലസ് സീറ്റ്സിന് 213.45 കോടി, ആരോഗ്യ ഗ്രാന്റായി 458.03 കോടി എന്നിവ നൽകിയിട്ടുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം, കുടിവെള്ളം, ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തൽ, ഇതിനെല്ലാമാണ് കേന്ദ്ര സർക്കാർ കോടികൾ നൽകിയത്. തിരുവനന്തപുരത്ത് മാലിന്യ സംസ്കരണത്തിന്റെ നിലയറിയാൻ പാർവതി പുത്തനാറിലേക്കൊന്ന് നോക്കിയാൽ മതി. പനി പടർന്നു പിടിക്കുമ്പോൾ എത്ര പനി ക്ലിനിക്കുകൾ തുറന്നു എന്നറിയാൻ ആഗ്രഹമുണ്ട്. റോഡെല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് കുടുംബത്തിനോടൊപ്പം ഉല്ലാസയാത്ര പോയ പൊതുമരാമത്ത് മന്ത്രി സിംഗപ്പൂരിലെയും ഇന്തോനേഷ്യയിലെയും എല്ലാം നഗരങ്ങൾ എങ്ങനെയാണ് എന്ന് കണ്ണു തുറന്ന് കാണണം. മോദി വിരുദ്ധതയുടെ മൊത്തക്കച്ചവടം ഏറ്റെടുത്തിരിക്കുന്ന തദ്ദേശ മന്ത്രി മഴക്കാലത്ത് കേരളത്തിലെ നഗരങ്ങൾ മുങ്ങാതിരിക്കാൻ എന്ത് മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാക്കണം. കുറഞ്ഞത് KSRTCയെ ചേസ് ചെയ്ത് പിടിക്കാൻ പോകുന്ന മേയറുടെ കാറെങ്കിലും വെള്ളക്കെട്ടിൽ വീഴരുതല്ലോ എന്നുള്ള പരിഹാസവും ഇതിനവസാനമായി അദ്ദേഹം കുറിക്കുന്നുണ്ട്. നഗരത്തിലെ ഓടകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. പാർവതി പുത്തനാർ അടക്കം കരകവിഞ്ഞൊഴുകുന്നു. മലിനജലമാണ് നഗരത്തിൽ കെട്ടിക്കിടക്കുന്നത് എന്നുള്ള ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കാൻ ഏറ്റവും അധികം സാഹചര്യം തന്നെയാണ് നഗരത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. നിരവധി വാഹനങ്ങളാണ് വെള്ളത്തിനടിയിലായിരിക്കുന്നത്. അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് പല പ്രധാന മേഖലകളിലും ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈഞ്ചക്കൽ, കഴക്കൂട്ടം, കരിക്കം, വട്ടിയൂർക്കാവ്, അമ്പലമുക്ക്, മുട്ടട, ഊറ്റുകുഴി, സെക്രട്ടേറിയറ്റിന് മുൻവശം, വഞ്ചിയൂർ എന്നിവിടങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ്. കനത്ത മഴ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ചാലയിലാണ്. ഓടകൾ മാലിന്യജലത്താൽ നിറഞ്ഞിരിക്കുന്നു. വെള്ളക്കെട്ട് അതിരൂക്ഷമായിരിക്കുന്നു. സ്മാർട്ട് റോഡിന് വേണ്ടി വെട്ടിപ്പൊളിച്ചിട്ട റോഡുകളും ഓടകളും ഒക്കെ അത് അപകടാവസ്ഥ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതിനൊന്നും തന്നെ പരിഹാരം ഇതുവരെയും കണ്ടിട്ടില്ല എന്നുള്ള കുറ്റപ്പെടുത്തലും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.